കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ ചർച്ചയ്ക്കിടയിൽ ജോൺ ബ്രിട്ടാസുമായി ഉണ്ടായ വാഗ്വാദത്തെ ഗണേഷ് കുമാർ അദ്ദേഹത്തെ വ്യക്തിപരമായി പരിഹസിച്ചിരുന്നു. എന്നാൽ ഗണേഷ് കുമാറിന് ഇതിന് അർഹതയുണ്ടോ? മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ഗണേഷ് കുമാർ താരതമ്യേന ശരാശരി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ശിവൻകുട്ടിയെയും വീണ ജോർജിനെയും ഉൾപ്പെടെ മന്ത്രിമാരെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് ഗണേഷ് കുമാറിനുള്ളത്? വ്യക്തിപരമായി നോക്കിയാൽ സ്വന്തം ഭാര്യ പോലും ഗാർഹിക പീഡനത്തിനും പരസ്ത്രീ ബന്ധത്തിനും ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. സരിത നായർ ഉൾപ്പെടെ പല സ്ത്രീകളുമായി അവിഹിത ബന്ധം സ്ഥാപിച്ച ഇദ്ദേഹം സുരേഷ് ഗോപിയെ പോലെ നല്ല വ്യക്തി ജീവിതം നയിക്കുന്ന ഒരാളെ വിമർശിക്കാൻ യോഗ്യനല്ല. അളവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഇടമലയാർ കേസിൽ ശിക്ഷിച്ച ബാലകൃഷ്ണപിള്ളയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും രാഷ്ട്രീയ മാർഗനിർദ്ദേശി. മറുവശത്ത് ഒരുപാട് ആൾക്കാരെ സ്വയമായും രാഷ്ട്രീയപരമായും സഹായിച്ച് സ്വന്തം കഴിവുകൊണ്ട് തൃശൂർ പോലൊരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന സുരേഷ് ഗോപി വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഗണേഷ് കുമാറിന് മുകളിൽ തന്നെയാണ്. കേരള കോൺഗ്രസ് ബി പോലെ വ്യക്തിയധിഷ്ഠിതമായ ഒരു വിലപേശൽ രാഷ്ട്രീയ പാർട്ടി എത്ര നാൾ നിലനിന്നു പോകുമെന്ന് തന്നെ കണ്ടറിയാം. വീഡിയോ കാണുന്ന നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുക.